KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. പ്രേക്ഷകർക്ക് KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം. ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമം നാളെ. തീവ്ര സലഫി ആശയക്കാരനായ ശംസുദ്ദീൻ പാലത്തിന്റെ വിദ്വേഷ പ്രസംഗം പോലീസ് കേസെടുത്തു. മുജാഹിദ് ഗ്രൂപ്പുകൾ ഇന്റലിജൻസ് നിരീക്ഷണത്തിൽ. മുൻ മന്ത്രി കെ ബാബുവിനെതിരായ അന്വേഷണം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യുമെന്ന് VM സുധീരൻ. ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി വേഗനിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് ട്രെയിനുകൾ വൈകിയോടുന്നു. തിരുവനന്തപുരത്തേക്കും മലബാർ ഭാഗത്തേക്കുമുള്ള ട്രെയിനുകളാണ് വൈകിയോടുന്നത്. കാശ്മീരിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പേർ മരിച്ചു. പെല്ലറ്റാക്രമണത്തിലും ടിയർ ഗ്യാസ് പൊട്ടിത്തെറിച്ചുമാണ് 2 പേർ മരിച്ചത്. ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിനുള്ള നിയമതടസ്സങ്ങൾ ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി KT ജലീലിന് SYS നേതാക്കളുടെ നിവേദനം പരിഹരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. പ്രാർത്ഥനാനിരതമായ മനസ്സുമായി മുഴുവൻ തീർത്ഥാടകരും ഇന്നുച്ചയോടെ തമ്പുകളുടെ നഗരമായ മിനായിലെത്തി. ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമം നാളെയാണ്. മക്കയിൽ നിന്ന് മിനായിലേക്കുള്ള പാലങ്ങളും തുരങ്കങ്ങളും പാതകളുമെല്ലാം തീർത്ഥാടകരാൽ നിറഞ്ഞു കവിയുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് മിനായിലെത്താനുള്ള തിടുക്കത്തിലായിരുന്നു തീർത്ഥാടകർ. അറഫയിലേക്കുള്ള യാത്രയും തുടങ്ങിക്കഴിഞ്ഞു. നാളെ നേരം പുലരുന്നതോടെ വിശ്വാസികളാൽ അറഫ മൈതാനം നിറഞ്ഞു കവിയും. സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ഉദാത്ത മാതൃകകളുമായി തീർത്ഥാടക ലക്ഷ്യങ്ങൾ പുണ്യഭൂമിയിലെത്തുന്നതോടെ ശാന്തമായ താഴ്വാരം പ്രാർത്ഥനാ മന്ത്രങ്ങളാൽ മുഖരിതമാകും. നാഥ, നിന്റെ വിളിക്കുത്തരം നൽകാൻ ഞങ്ങളിതാ എത്തി എന്നർത്ഥം വരുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിന്റെ ധ്വനികൾ മാത്രമാണ് പുണ്യനഗരിയിൽ കേൾക്കുന്നത്. ബസ്സുകളിലും മെട്രോ ട്രെയിനുകളിലുമായിരിക്കും അറഫയിലേക്കുള്ള പ്രയാണം. കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള നടപ്പാതകളിലെല്ലാം തണൽക്കുടകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മിനായിലെ തമ്പുകളിലും ശീതീകരണ ജോലികൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയായിരുന്നു. മസ്ജിദുൽ ഹറാമിലെ ഹറം വികസന പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കാൻ സൽമാൻ രാജാവിന്റെ അനുമതി ലഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പുതിയ ഷാമിയ കെട്ടിടങ്ങളും ഹറമിന്റെ വടക്ക് പടിഞ്ഞാറ് തെക്ക് മുറ്റങ്ങളും തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കുന്നുണ്ട്. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി മാത്രം 13 ലക്ഷത്തോളം വിദേശ തീർത്ഥാടകരാണ് ഹജ്ജിനായി എത്തിച്ചേർന്നത്. മദീന വഴിയും കടൽ കര മാർഗവും എത്തിയവരെ കൂടാതെയാണിത്. ആഭ്യന്തര തീർത്ഥാടകരുടെ മക്കയിലേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചു. ഇന്നുച്ചയോടെ സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെല്ലാം മിനായിലെത്തി. മിനായിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. തൽബിയത്ത് മന്ത്രങ്ങളാൽ നിറഞ്ഞൊഴുകുകയാണ് മിന. ദുൽഹജ്ജ് 8 ആയ ഇന്ന് ഹാജിമാർക്ക് പ്രത്യേക ആരാധനകളൊന്നുമില്ലെങ്കിലും ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഹാജിമാർ. മലയാളി ഹാജിമാരെല്ലാം ഇന്ന് പുലർച്ചെയോടെയാണ് മിന ടെന്റുകളിലെത്തിയത്. മലയാളികൾ അടങ്ങുന്ന ഇന്ത്യൻ ഹാജിമാർ വെള്ളിയാഴ്ച രാത്രി തന്നെ മിനയിലേക്ക് തിരിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ അറഫ സംഗമത്തിന് തിരിക്കുന്ന ഹാജിമാർ ഞായറാഴ്ച വൈകിട്ട് മുസ്ദലിഫയിലെത്തി അവിടെ രാത്രി തങ്ങി വീണ്ടും മിനയിലെ കൂടാരത്തിൽ തിരിച്ചെത്തും. അറഫയിലെ നിൽപ്പും മുസ്ദലിഫയിലെ രാത്രി തങ്ങലും കഴിഞ്ഞ് ജംറകളിൽ പിശാചിനെ കല്ലെറിഞ്ഞ് കഅബ പ്രദക്ഷിണവും ബലിയുമൊക്കെ തീർത്ഥാടകർ നിർവഹിക്കുന്നത് മിനയിൽ താമസിച്ചാണ്. ദുൽഹജ്ജ് 12 വൈകിട്ടോടെയാണ് മിനയിൽ നിന്ന് മടക്കം ആരംഭിക്കുക. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ദുൽഹജ്ജ് 13 കൂടി കുറച്ച് തീർത്ഥാടകരെ മിനയിൽ തന്നെ നിർത്താൻ ഇത്തവണ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1500 തീർത്ഥാടകരുള്ള കൂടാരങ്ങളിൽ ചുരുങ്ങിയത് 3 സെക്യൂരിറ്റി ജീവനക്കാർ വേണമെന്ന് തമ്പുകളുടെ ചുമതല വഹിക്കുന്ന മുത്തവീഫ് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. മുൻ മന്ത്രി കെ ബാബുവിനെതിരായ അന്വേഷണത്തിൽ കോൺഗ്രസിന്റെ നിലപാട് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. പ്രധാനപ്പെട്ട വിഷയമായതിനാൽ അതിനു മുമ്പ് പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ ബാബുവിനെ ചൊല്ലി കോൺഗ്രസിലുള്ള ഭിന്നത പരസ്യമായി. കെ ബാബുവിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചാൽ ഉമ്മൻചാണ്ടിയുടെയും MM ഹസന്റെയും നിലപാട് തള്ളുന്നതാണ് KPCC അധ്യക്ഷന്റെ വാക്കുകൾ. പാർട്ടിയിൽ ആലോചിച്ച് പറഞ്ഞതല്ല അവരുടെ പ്രതികരണങ്ങൾ എന്ന് വ്യക്തമാക്കുകയായിരുന്നു സുധീരൻ. കേസ് സംബന്ധിച്ച തന്റെ പ്രാഥമികാഭിപ്രായം നേരത്തെ UDF യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് സുധീരൻ പറഞ്ഞു.
കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF കൃത്യമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞത്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ UDFന്റെ നിലപാട് പറഞ്ഞത് അവിടെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രാഥമികമായ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. 24 ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതേക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം, സമഗ്രമായ ഒരു അഭിപ്രായം പാർട്ടിയുടെ ഭാഗത്തുനിന്ന്. മുമ്പ് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ VM സുധീരൻ ഒഴിഞ്ഞുമാറിയിരുന്നു. ഇതോടെ 24-ന് ചേരുന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം കെ ബാബുവിനെ ചൊല്ലി കലുഷിതമാകുമെന്ന് ഉറപ്പായി. ആരാധനാലയങ്ങളിൽ ആയുധ പരിശീലനം നിരോധിക്കുമെന്ന് ദേവസ്വം മന്ത്രി. ഇത് സംബന്ധിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഒരു മതത്തിന്റെയും ആരാധനാലയ പരിസരത്തും ആയുധ പരിശീലനം അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന ക്ഷേത്രങ്ങളൊന്നും പറയാൻ ഞങ്ങൾ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അവർ തന്നെ ആദ്യം പറഞ്ഞല്ലോ ഒരിടത്തും ഇല്ല എന്ന്, പിന്നീട് പറഞ്ഞല്ലോ ശക്തിപ്പെടുത്തുമെന്ന്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരിശീലന പരിപാടികളോ കളരിയോ അഭ്യാസമുറകൾ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അതങ്ങ് അവസാനിപ്പിക്കുക. അവർക്ക് വേറെ സ്ഥലമുണ്ടല്ലോ, ധാരാളം സ്ഥലം അവർക്കുണ്ടല്ലോ, അവിടെ അവർക്ക് എന്തുമാകാമല്ലോ നിയമവിധേയം. ജൈവകൃഷിയിൽ 100 മേനി കൊയ്ത് CPI. സംസ്ഥാന സമിതി ഓഫീസായ MN സ്മാരകത്തിൽ നടന്ന വിളവെടുപ്പ് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MN സ്മാരകത്തിൽ ടെറസിലും മുറ്റത്തുമായാണ് കൃഷി ഇറക്കിയത്. ചീര, വെണ്ടയ്ക്ക, തക്കാളി എന്നിവയാണ് കൃഷി ചെയ്തത്. ഇതിൽ ചീരയുടെ വിളവെടുപ്പാണ് നടന്നത്. കൃഷിമന്ത്രി VS സുനിൽകുമാറും CPI ദേശീയ നിർവാഹക സമിതി അംഗം പന്ന്യൻ രവീന്ദ്രനും വിളവെടുപ്പിൽ പങ്കുചേർന്നു. കൃഷി വിപുലപ്പെടുത്താനാണ് പാർട്ടി തീരുമാനം. വ്യാപകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരു ട്രെൻഡ് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഹരിത കേരളം എന്ന് പറഞ്ഞ പദ്ധതി സർക്കാർ അനൗൺസ് ചെയ്തിട്ടുള്ളത് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കള്ളക്കേസിൽ കുടുക്കി കേരള കോൺഗ്രസിനെ ഒതുക്കാമെന്ന് കരുതേണ്ടെന്ന് ചെയർമാൻ KM മാണി. തനിക്കെതിരെ പുതിയ FIRകൾ വന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്. ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കും. UDF വിട്ടെങ്കിലും അന്ധമായ എതിർപ്പ് ആരോടുമില്ല. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെ ലാഘവത്തോടെ കേസെടുക്കാമോ എന്ന് സർക്കാർ പരിശോധിക്കണമെന്നും മാണി ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയമായി തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു. എങ്ങനെയോ നിർഭാഗ്യവശാൽ ഇവിടെ നമുക്കെതിരെ FIR തരുന്നു. ഞാനത് ആരാണ് ഇതിന്റെ പിന്നിലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഇത് പരിശോധിക്കണം. പൊതുപ്രവർത്തകർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്ര ലാഘവത്തോടുകൂടി കേസുകളെടുക്കാവോ? ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി വേഗനിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് ട്രെയിനുകൾ വൈകിയോടുന്നു. മലബാർ ഭാഗത്തേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള ഭൂരിഭാഗം ട്രെയിനുകളും 1 മണിക്കൂറിലേറെ വൈകും. എറണാകുളം ഷൊർണൂർ റൂട്ടിലും എറണാകുളം കോട്ടയം കായംകുളം റൂട്ടിലുമാണ് നിയന്ത്രണം. 2 ദിവസം കൂടി വേഗനിയന്ത്രണം തുടരുമെന്നും ഓണത്തിനു മുമ്പായി അറ്റകുറ്റപ്പണികൾ തീർക്കാനാണ് ശ്രമമെന്നും റെയിൽവേ അറിയിച്ചു. കാശ്മീരിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പേർ മരിച്ചു. സൌത്ത് കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ പെല്ലറ്റ് ആക്രമണത്തിലും സോഫിയാന താഴ്വരയിൽ ടിയർ ഗ്യാസ് ഷെൽ പൊട്ടിത്തെറിച്ചുമാണ് 2 പേർ മരിച്ചത്. സയർ അഹമ്മദ് ഷെയ്ഖാണ് സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ടിയർ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഷെയ്ഖിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. അനന്ത്നാഗ് ജില്ലയിലെ യവാർബട്ടാണ് സുരക്ഷാസേനയുടെ പെല്ലറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹിസ്ബുൽ മുജാഹിദ്ദീൻ കമാൻഡർ ബുർഹാൻ വാനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് കാശ്മീരിൽ സംഘർഷമുണ്ടായത്. ഇതോടുകൂടി സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 78ആയി. കാശ്മീരിൽ സർവകക്ഷി സംഘത്തിന്റെ സമാധാന ദൌത്യം പരാജയപ്പെട്ടതോടെ സംഘർഷ പ്രദേശങ്ങളിൽ കരസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതിനിടെയാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിച്ചിരിക്കുന്ന ദക്ഷിണ കാശ്മീരിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ കരസേനാംഗങ്ങളെ വിന്യസിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഗുജറാത്തിലെ ബാബ്നഗറിൽ ഒരു കൂട്ടം യുവാക്കൾ കച്ചവടക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. 8 പേർ ചേർന്ന് വടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സമീപത്തെ സെക്യൂരിറ്റി ക്യാമറയിലാണ് പതിഞ്ഞത്. ബാബ്നഗറിലെ പച്ചക്കറി കച്ചവടം നടത്തുന്ന റഫീഖ് ഹുസൈനാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ 25 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങിയിരുന്നു. കച്ചവടം നടന്നതിന് പണം വേണമെന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ കയ്യിൽ പണമില്ലെന്നും വായ്പയെടുത്താണ് വീട് വാങ്ങിയതെന്നും ഇയാൾ യുവാക്കളെ അറിയിച്ചു. ഇതിന് പ്രതികാരമായാണ് കൊലപാതകമെന്ന് കരുതുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നും സംഭവത്തിന് ഉത്തരവാദികൾ ആരെന്ന് വ്യക്തമായെന്നും ഇവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. വിദ്വേഷ പ്രസംഗം നടത്തി അതിന്റെ ഓഡിയോകളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് മുജാഹിദ് വിഭാഗത്തിലെ തീവ്ര സലഫി ആശയക്കാരൻ ഖുർആന്റെ മഹത്തായ ആശയങ്ങളെയും സന്ദേശങ്ങളെയും തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുന്ന
കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ ശംസുദ്ദീൻ പാലത്തിനെതിരെ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറും ഗവൺമെന്റ് പ്ലീഡറുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഇതര മതവിശ്വാസികളോട് ഇസ്ലാം മതവിശ്വാസികൾക്കുള്ള സ്നേഹവും പരസ്പര ബഹുമാനവും ഒഴിവാക്കണമെന്നും മുസ്ലിങ്ങൾ അല്ലാത്തവരോട് ചിരിക്കുന്നതുപോലും മതനിഷിദ്ധമാണെന്ന തരത്തിൽ അതീവ ഗുരുതരമായ പ്രയോഗങ്ങൾ ഉൾപ്പെട്ട ശംസുദ്ദീൻ പാലത്തിന്റെ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തുവന്നതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മുജാഹിദ് സലഫി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ദഅ്വ വോയ്സ് വെബ്സൈറ്റിലാണ് ശംസുദ്ദീൻ പാലത്തിന്റെ പ്രസംഗം യൂട്യൂബ് വഴി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങൾ മാത്രമുള്ള രാജ്യത്തേക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പോകണമെന്ന ആഹ്വാനവും പ്രസംഗത്തിലുണ്ട്. തീവ്രവാദ സംഘടനയായ ഇസിലിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് ഇതര വിശ്വാസക്കാരിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ശംസുദ്ദീൻ പാലത്തിന്റെ 2 പ്രഭാഷണങ്ങളുടെയും യൂട്യൂബ് ലിങ്ക് അടക്കമാണ് അഡ്വക്കേറ്റ് ഷുക്കൂർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഈ പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഏറെ ഗൌരവമായി കാണണമെന്നും പരാതിയിലുണ്ട്. ഗവൺമെന്റ് പ്ലീഡറുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ജില്ലാ പോലീസ് മേധാവി കാസർകോട് ടൌൺ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മലപ്പുറം തിരൂർ വളവന്നൂരിലുള്ള അൻസാർ കോളേജിൽ അധ്യാപകനാണ് വിവാദ പ്രാസംഗികനായ ശംസുദ്ദീൻ പാലത്ത്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രചാരക നിരയിലെ പ്രമുഖനായ ശംസുദ്ദീൻ പാലത്ത് മുജാഹിദ് വിഭാഗം 2 പിളർന്നപ്പോൾ ഔദ്യോഗിക വിഭാഗത്തിൽ ഉറച്ചുനിന്ന തീവ്ര സലഫി പ്രചാരകനാണ്. ഇതിനിടെ സലഫി വിഭാഗത്തിന്റെ വിവാദ സന്ദേശമടങ്ങുന്ന മറ്റു ചില പ്രസംഗങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നും നാടകീയമായി അപ്രത്യക്ഷമായിട്ടുണ്ട്. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഇസിലിൽ ചേർക്കുന്നതിന് കടത്തിക്കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയത് മുജാഹിദ് ആശയക്കാരാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. ഇപ്പോൾ ഇസിൽ ആശയം പരസ്യമായി പ്രചരിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗവും നടത്തിയതോടെ മുജാഹിദ് ഗ്രൂപ്പുകളെല്ലാം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. ഇവരുടെ തുടർന്നുള്ള നീക്കങ്ങൾ ഇന്റലിജൻസ് നിരീക്ഷണത്തിലാണ്. ആൻഡമാൻ ദ്വീപിൽ സംഘടനാ ശക്തി തെളിയിച്ച് SYS നടത്തിയ ആദർശ സമ്മേളനം സമാപിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ സമ്മേളനത്തിന്റെ ഭാഗമായി ചർച്ചാ ക്ലാസുകൾ നടന്നു. 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ചാലകശക്തിയായതിന് ഡൽഹിയിൽ നിന്ന് നാടുകടത്തപ്പെട്ട് വീരമൃത്യു വരിച്ച അല്ലാമ ഫദ്ലുൽ ഹക്കിന്റെ ദർഗയിൽ ഖലീൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സിയാറത്തോടെയാണ് സമ്മേളനം തുടക്കം കുറിച്ചത്. നേരത്തെ കാലിക്കറ്റ്, സ്റ്റുവർട്ട് ഗഞ്ച്, മോഡൽ വ്യൂ എന്നിവിടങ്ങളിൽ മതപ്രഭാഷണം നടന്നു. ഹാമിദ് യാസിൻ ജൌഹരി കൊല്ലം, അൽ ഹാഫിൽ മൊയ്നുദ്ദീൻ അലബർ മിസ്ബാഹി ബീഹാർ എന്നിവർ നേതൃത്വം നൽകി. അന്തമാൻ മർക്കസിൽ ഹിഫ്ദുൽ ഖുർആന് ഇതോടനുബന്ധിച്ച് തുടക്കമായി. ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിനുള്ള നിയമ തടസ്സങ്ങൾ ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് SYS സംസ്ഥാന ഉപാധ്യക്ഷൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനിയുടെ നേതൃത്വത്തിൽ സുന്നി നേതാക്കൾ തദ്ദേശ സ്വയംഭരണ മന്ത്രി KT ജലീലിന് നിവേദനം നൽകി. സംസ്ഥാനത്ത് പൊതുവെയും കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആരാധനാലയം നിർമ്മിക്കുന്നതിനും നിലവിലെ ആരാധനാലയം പുനർനിർമ്മിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അപേക്ഷ നൽകിയാൽ അനുമതി ലഭിക്കാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ട ദുരവസ്ഥയുണ്ട്. നിയമങ്ങൾ ലഘൂകരിച്ച് ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും അനുമതി നൽകാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാൻ ആവശ്യമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നും മന്ത്രിയോട് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ മന്ത്രിയെ സന്ദർശിച്ച നിവേദക സംഘത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മൌലവി ആലമ്പാടി, SYS കാഞ്ഞങ്ങാട് സോൺ പ്രസിഡന്റ് അഷ്റഫ് അഷ്റഫി ആറങ്ങാടി തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം. ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമം നാളെ. തീവ്ര സലഫി ആശയക്കാരനായ ശംസുദ്ദീൻ പാലത്തിന്റെ വിദ്വേഷ പ്രസംഗം പോലീസ് കേസെടുത്തു. മുജാഹിദ് ഗ്രൂപ്പുകൾ ഇന്റലിജൻസ് നിരീക്ഷണത്തിൽ. മുൻ മന്ത്രി കെ ബാബുവിനെതിരായ അന്വേഷണം കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യുമെന്ന് VM സുധീരൻ. കാശ്മീരിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2 പേർ മരിച്ചു. പെല്ലറ്റാക്രമണത്തിലും ടിയർ ഗ്യാസ് പൊട്ടിത്തെറിച്ചുമാണ് 2 പേർ മരിച്ചത്. ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തിനുള്ള നിയമതടസ്സങ്ങൾ ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി KT ജലീലിന് SYS നേതാക്കളുടെ നിവേദനം പരിഹരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.